സമ്പന്നമായ ചരിത്രവും തകർക്കാനാവാത്ത പ്രതിരോധവീര്യവുമുള്ള പേർഷ്യൻ കരുത്തിന്റെ പ്രതീകമാണ് ഇറാൻ. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഇറാൻ, പതിറ്റാണ്ടുകളായി അമേരിക്കൻ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും അതിജീവിച്ചാണ് മുന്നേറുന്നത്. വെറുമൊരു രാജ്യം എന്നതിലുപരി മേഖലയിലെ സാംസ്കാരികവും തന്ത്രപരവുമായ ചാലകശക്തിയായ ഇറാൻ, നിലവിലെ സംഘർഷാവസ്ഥയിലും തങ്ങളുടെ ആത്മവിശ്വാസം കൈവിടാതെയാണ് ചർച്ചാമേശകളിലേക്ക് ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒരു ഉടമ്പടി സാധ്യതയുണ്ടെന്ന ശുഭാപ്തിവിശ്വാസം മാർച്ച് 21-ന് പ്രകടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതായാണ് സൂചന. അമേരിക്കൻ ഭരണകൂടത്തിലെ മാറ്റങ്ങളും പുതിയ നയതന്ത്ര പ്രതിനിധികളും ഇറാനുമായുള്ള ബന്ധത്തിൽ എന്ന് മാറ്റമുണ്ടാക്കുമെന്നത് ലോകം അതീവ താൽപ്പര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ചില രഹസ്യ സഹകരണങ്ങൾ നടന്നതായി ഇറാനിയൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ചില നിബന്ധനകൾ ഇറാൻ മുന്നോട്ടുവയ്ക്കുന്നു. ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരുമായി ചർച്ചയ്ക്ക് താൽപ്പര്യമില്ലെന്നും പകരം വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസുമായി ഇടപഴകാനാണ് ഇറാൻ താൽപ്പര്യപ്പെടുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് ഇറാന്റെ നയതന്ത്രപരമായ തിരഞ്ഞെടുപ്പിനെയാണ് കാണിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സുസ്ഥിരമായ നിർദ്ദേശങ്ങൾ കേൾക്കാൻ ഇറാൻ തയ്യാറാണെന്നത് ശുഭസൂചനയാണ്. ഈ ആഴ്ച അവസാനം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോഴും അമേരിക്കയുമായുള്ള നേരിട്ടുള്ള സംഭാഷണങ്ങളെ പരസ്യമായി നിഷേധിക്കുന്നത് നയതന്ത്രത്തിലെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട എണ്ണവാതക മേഖലയിലെ ചില സൗഹൃദപരമായ നീക്കങ്ങളെക്കുറിച്ച് ട്രംപ് സൂചിപ്പിച്ചു. ലോകത്തെ പ്രധാന എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീങ്ങുന്നത് ആഗോള സാമ്പത്തിക രംഗത്തിന് വലിയ ആശ്വാസമാകും. കടലിടുക്ക് അടച്ചിടുന്നത് എല്ലാ രാജ്യങ്ങൾക്കുമെതിരെയുള്ള സാമ്പത്തിക ഭീകരതയാണെന്നാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട്. ഇതിനിടയിലും സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കുകയാണ്. 82ാമത് എയർബോൺ ഡിവിഷനിലെ 1000-ഓളം സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് ഉടൻ അയയ്ക്കും. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 290ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. സൈനിക സമ്മർദ്ദവും നയതന്ത്ര ചർച്ചകളും ഒരേ സമയം കൊണ്ടുപോകാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇറാന്റെ ഭാഗത്തും സുരക്ഷാ കവചങ്ങൾ ശക്തമാകുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് IRGC വെറ്ററൻ മുഹമ്മദ് ബാഗർ സോൾഗാദറെ പുതിയ സുരക്ഷാ മേധാവിയായി നിയമിച്ചു. പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിയുടെ വിശ്വസ്തനായ സോൾഗാദറിന്റെ വരവ് ഇറാൻ ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയിലും പ്രതിരോധത്തിലും കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ലക്ഷണമാണ്. മേഖലയിലെ മറ്റൊരു പ്രധാന ശക്തിയായ ഇസ്രായേൽ തങ്ങളുടെ റിസർവ് സൈനികരുടെ എണ്ണം 4 ലക്ഷമായി ഉയർത്തി സൈനിക സന്നാഹം വിപുലീകരിച്ചു. ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾ മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്നു. ഊർജ്ജ പ്രതിസന്ധി ലോകരാജ്യങ്ങളെ വലിയ തോതിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫിലിപ്പീൻസ് ഇതിനകം തന്നെ ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദക്ഷിണ കൊറിയ തങ്ങളുടെ പെട്രോകെമിക്കൽ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. യുദ്ധം നീണ്ടുപോയാൽ ലോകം വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങളുമായി സജീവമായി രംഗത്തുണ്ട്. മിഡിൽ ഈസ്റ്റ് ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു വശത്ത് സൈനിക നീക്കങ്ങളും മിസൈൽ ആക്രമണങ്ങളും തുടരുമ്പോൾ മറുവശത്ത് സമാധാനത്തിനായുള്ള രഹസ്യ ചർച്ചകളും നടക്കുന്നു. ഇറാന്റെ പ്രതിരോധവീര്യവും അമേരിക്കയുടെ തന്ത്രപരമായ നീക്കങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ലോകസമാധാനത്തിന് നിർണായകമാകും.